നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ ചിലത് ശരിയാവും, മറ്റു ചിലത് തെറ്റായി മാറുകയുമാണ് പതിവ്. പക്ഷേ നമുക്കതിനെപ്പറ്റി ഒന്നും തന്നെ അറിവുണ്ടായിരിക്കില്ല. ടൂത്ത് പേസ്റ്റിന്റെ അമിതമായ ഉപയോഗം, ഭക്ഷണത്തിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കുക, ചെവി കോട്ടന്റെ സ്വാബ് ടിപ്പ് കൊണ്ട് വൃത്തിയാക്കുക, പിന്നെ ഇതുകൂടാതെ മുഖം തേച്ച് ഉരച്ച് വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ തെറ്റായതും ഹാനികരമായതുമാണ്. ഇതുപോലുള്ള കോമൺ മിസ്റ്റേക്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനെപ്പറ്റി അറിയുന്നതിനായി വീഡിയോയുടെ അവസാനം വരെ കാണുക. നമ്പർ 10. സ്ലീപ്പിംഗ് ജസ്റ്റ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. നിങ്ങളിൽ പലരും ആഹാരം കഴിച്ചതിന് ശേഷം ഉടൻ തന്നെ കിടന്നുറങ്ങുന്നവരായിരിക്കും. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എത്ര സമയമാണോ ഉറങ്ങണം എന്ന് പറയുന്നത്, ആ സമയം പോലും വളരെ കുറവായിട്ടാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ കിടന്നുറങ്ങുന്നത് നമ്മുടെ ശരീരത്തെ വളരെ മോശമായ രീതിയിൽ ബാധിക്കാം. കാരണം ഭക്ഷണത്തിന് ശേഷം ഉടനെയുള്ള ഉറക്കം ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് പോകുന്നത് തടയുന്നു. പകരം ഫുഡ് നമ്മുടെ ഫുഡ് പൈപ്പിൽ തന്നെ അവശേഷിപ്പിക്കുന്നു. ഇത് കാരണം ഭക്ഷണത്തിന്റെ ഡൈജഷൻ സംഭവിക്കില്ല. അതിലൂടെ കലോറീസ് ബേൺ ചെയ്യുന്നതിന് പകരമായി ശരീരത്തിൽ ഫാറ്റ് കൂടുകയും ചെയ്യുന്നു. ഇതുകൂടാതെ നെഞ്ചുവേദന, ഹാർട്ട് ബേൺ, വയറുവേദന, പിന്നെ ഉറങ്ങുന്നതിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയുണ്ടാകുന്നു. നല്ല ഉറക്കം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ദിവസം മുഴുവനും ഊർജ്ജസ്വരതയില്ലാത്തവരും അലസരുമായിരിക്കും. അതുകൊണ്ട് ഭക്ഷണം കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നടക്കുന്നതും നല്ലതായിരിക്കും. അത് ഭക്ഷണത്തിന്റെ ഡൈജഷൻ എളുപ്പമാക്കുന്നു. മിസ്റ്റേക്ക് നമ്പർ 9. ഷെയറിംഗ് മേക്കപ്പ് ബ്രഷസ് ആൻഡ് റെസോസ്. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്ന് പറയുന്ന കോട്ട്സ് ഒക്കെ നിങ്ങൾ ഒത്തിരി തവണ കേട്ടിട്ടുണ്ടാകും. പക്ഷെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും. അതായത് പലരും തങ്ങളുടെ മേക്കപ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് പലതരം ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഫേസ്, ഐലാഷസ് എന്നിവയിലൊക്കെ പാരസൈറ്റ്സ് കാണപ്പെടുന്നു. പരസ്പരം മേക്കപ്പ് കൈമാറി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണുകളിലും ഫേസിലുമൊക്കെ ഈ പാരസൈറ്റ്സ് കടന്നുകൂടി പലതരം ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മറുവശത്ത് ബോയ്സ് പരസ്പരം റേസേഴ്സ് ആണ് കൈമാറി ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഫേഷ്യൽ ഹെയർ, ബിയർഡ് എന്നിവയുടെ അകത്തും ഡെഡ് സെൽസ്, ബാക്ടീരിയ പോലുള്ളവ കാണപ്പെടുന്നുണ്ട്. അവ യൂസ്ഡ് റേസേഴ്സ് വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ സീരിയസ് ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ഇതുപോലുള്ള ഒത്തിരി കേസ് ഉണ്ടെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആശ്ചര്യം തോന്നുന്നുണ്ടാകും. പരസ്പരം റേസേഴ്സ് കൈമാറി ഉപയോഗിക്കുന്നതിലൂടെ എയ്ഡ്സ് പോലുള്ള അപകടകരമായ രോഗങ്ങൾ വരെ ബാധിക്കാം. മിസ്റ്റേക്സ് നമ്പർ 8. നോട്ട് ക്ലീനിങ് ദ ഡെയിലി യൂസബിൾ സ്റ്റഫ്. ഡെയിലി ലൈഫിൽ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മൊബൈൽ ഫോൺസ്, TV റിമോട്ട്, സ്വിച്ചസ്, ബെഡ്ഷീറ്റ്, പില്ലോസ് തുടങ്ങിയവ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവയൊക്കെ വളരെ റയർലിയാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. ഈ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ സ്ഥിരം വൃത്തിയാക്കുന്നതിലൂടെ വലിയ വലിയ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സത്യം പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺസ്, റിമോട്ട്സ്, സ്വിച്ചസ് എന്നിവയിൽ ഒക്കെ തന്നെ ഒത്തിരി മൈക്രോ ബാക്ടീരിയാസ് ഉണ്ട്. അവ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നു. ഇതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റിലും ഒത്തിരി ഡെഡ് സെൽസ്, ഡസ്റ്റ് ഒക്കെ കാണാൻ സാധിക്കും. ഇവയൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെ മോശമായ രീതിയിൽ ബാധിക്കാം. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അസുഖം പിടിപെടാം. അതുകൊണ്ട് തന്നെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ വൃത്തിയായും സാനിറ്റൈസ് ചെയ്തും സൂക്ഷിക്കേണ്ടതാണ്. മിസ്റ്റേക്ക് നമ്പർ 7. കവറിംഗ് യുവർ മൗത്ത് വിത്ത് യുവർ ഹാൻഡ്സ് വൈൽ സ്നീസിംഗ് ആൻഡ് കഫിംഗ്. നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എപ്പോഴും മുഖം മറച്ചു പിടിക്കുക. പക്ഷേ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് മുഖം മറച്ചു പിടിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. ഒരിക്കലും ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ കൈകൊണ്ട് ഫേസ് മറച്ചു പിടിക്കരുത്. കാരണം നിങ്ങൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ശരീരത്തിലെ ഒത്തിരി ജെംസ് കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. കൈകൊണ്ട് മുഖം മറച്ചു പിടിക്കുമ്പോൾ നമ്മുടെ കൈകളിലാണ് ആ ഹാംഫുൾ ജെംസ് പറ്റിപ്പിടിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ജെംസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ വീണ്ടും എൻ്റർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പകരം ഒരു വൃത്തിയുള്ള ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുക. അതും ഉടനെ തന്നെ ഡിസ്പോസ് ചെയ്യുക. പിന്നെ ഒരു തവണ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പറും ഒത്തിരി തവണ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മിസ്റ്റേക്ക് നമ്പർ 6. ഈ കാലഘട്ടത്തിൽ നഖം വളർത്തുന്നതും അതിൽ ആർട്ട് ചെയ്യുന്നതുമൊക്കെ ഫാഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ കൂടെ തന്നെ സ്വന്തം നഖത്തെ പല്ലുകൾ കൊണ്ട് വെട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നഖം വെട്ടി അതിനുശേഷം കൈ കഴുകുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സ്വന്തം നെയിലിനെ ട്രിം ചെയ്യുന്നത്. നഖത്തിൽ ഒരു ചുവന്ന നിറത്തിലുള്ള ഭാഗമുണ്ട്. അവിടെ ഒത്തിരി നെർവസുമുണ്ട്. ഈ നെർവ് ഏതെങ്കിലും കട്ടിയുള്ള പ്രതലവുമായി കോൺടാക്റ്റിൽ വരികയാണെങ്കിൽ ഒത്തിരി വേദനയും ബ്ലീഡിങ്ങും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നഖം വെട്ടിയതിന് ശേഷം ട്രിം ചെയ്യേണ്ടത് വളരെയധികം പ്രധാനമാണ്. അതുകൊണ്ട് ഇനി മുതൽ നഖം വെട്ടിയതിന് ശേഷം ട്രിം ചെയ്യാൻ മറക്കരുത്. നമ്പർ 5. ഡ്രിങ്കിങ് വാട്ടർ ജസ്റ്റ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. ഇന്നത്തെ കാലത്ത് ആളുകൾ ഭക്ഷണം കുറച്ച് വെള്ളം ധാരാളം കുടിക്കുകയാണ് പതിവ്.
എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെയും പ്രതിരോധശേഷിയെയും മോശമായ രീതിയിൽ ബാധിക്കുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? വാസ്തവത്തിൽ ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നത് ദഹന വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. സാധാരണ നാം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നു. ഇത് നാം കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. എന്നാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ ഈ ആസിഡ്സിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും ഭക്ഷണം പൂർണ്ണമായി ദഹിക്കാതാവുകയും ചെയ്യുന്നു. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം മുഴുവനും കുഴപ്പത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കാതിരിക്കുക. ഇനി നിങ്ങളെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കുടിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ കുടിക്കരുത്. നമ്പർ 4, നെഗ്ലക്റ്റിംഗ് ഇൻറ്റിമേറ്റ് ഹൈജീൻ. പേഴ്സണൽ ഇൻറ്റിമേറ്റ് ഹൈജീൻ്റെ കാര്യത്തിന് പലപ്പോഴും മെയിൽസും ഫീമെയിൽസും മറ്റുള്ള ശരീരഭാഗങ്ങൾക്ക് നൽകുന്ന അത്രയും പ്രാധാന്യം നൽകാറില്ല. എന്നാൽ നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഏരിയാസിനെയും മറ്റുള്ള ശരീരഭാഗങ്ങളെപ്പോലെ റെഗുലറായി ക്ലീൻ ചെയ്യുകയും ഗ്രൂം ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ശരിയായവയാണെന്ന് കൂടി ഉറപ്പുവരുത്തുകയും വേണം. സാധാരണ സോപ്പുകളിൽ ധാരാളം ഹാഷ് കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഏരിയാസിൽ ഇറിറ്റേഷനും ഇൻഫെക്ഷൻസും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ നാച്ചുറൽ ബാക്ടീരിയൽ ബാലൻസിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻറ്റിമേറ്റ് ഏരിയാസിന് വേണ്ടി സ്പെഷ്യലി മെയ്ഡ് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുക. യാതൊരു തരത്തിലുള്ള ഇൻറ്റിമേറ്റ് പ്രോബ്ലംസിനെയും നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഹെൽത്ത് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഹെൽത്തിന് കോംപ്ലിമെൻ്ററി ആണ്. നമ്പർ 3, ടേക്കിംഗ് എക്സീസ് ടൂത്ത് പേസ്റ്റ് ഓൺ ടൂത്ത് ബ്രഷ്. നമ്മുടെ എല്ലാം ഒരു വിചാരമുണ്ട്, എത്രത്തോളം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നോ അത്രത്തോളം കൂടുതൽ പല്ലുകൾ വൃത്തിയാകും എന്നത്. എന്നാൽ ഇത് തികച്ചും തെറ്റായ വിചാരമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഗുണമല്ല, മറിച്ച് ഹാനിയാണ് ഉണ്ടാവുക. ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നതിനായി സോഡിയം ക്ലോറൈഡ്, പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ തുടങ്ങിയ കെമിക്കലുകളാണ് ഉപയോഗിക്കുന്നത്. ടൂത്ത് പേസ്റ്റിൽ പതിവ് ഉണ്ടാക്കുന്നത് ഈ കെമിക്കലുകളാണ്. ഈ പറഞ്ഞ കെമിക്കലുകൾ എലിവിഷത്തിന്റെ നിർമ്മാണത്തിലും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, കൂടുതൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ പല്ലുകളുടെ ആരോഗ്യം കൂടുകയല്ല, മറിച്ച് കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും ഒരു പയർമണിയുടെ അളവിൽ മാത്രം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. ഇതുകൂടാതെ ദിവസവും 2 നേരം പല്ല് വൃത്തിയാക്കുക, രാവിലെയും പിന്നെ രാത്രി ഭക്ഷണത്തിന് ശേഷവും. ഇതിലൂടെ നിങ്ങളുടെ വായയുടെ ആരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും. നമ്പർ 2, യൂസിങ് കോട്ടൺ സ്വാബ്സ് ഓർ Q-tips ടു ക്ലീൻ ദ ഇൻസൈഡ്സ് ഓഫ് യുവർ ഇയർ. ചെവി വൃത്തിയാക്കുന്നതിനായി കോട്ടൺ സ്വാബ്, Q-tips തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഇവയുടെ ഉപയോഗം ചെവിക്ക് ഹാനികരമാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? പഞ്ചേന്ദ്രിയങ്ങളിലെ ഒരു ഇന്ദ്രിയമാണ് ചെവി എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിലെ ഡെഡിക്കേറ്റായ ഒരു ഭാഗമാണ്. വാസ്തവത്തിൽ ചെവിയുടെ ഉൾഭാഗം വളരെയധികം സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ കോട്ടൺ സ്വാബ്സ്, Q-tips തുടങ്ങിയ വസ്തുക്കളാൽ ചെവിക്ക് ക്ഷതമേൽക്കാം. അതുമാത്രമല്ല, ഇവ ഇയർ വാക്സിനെ കുറച്ചുകൂടി ഉള്ളിലേക്ക് നീക്കുകയാണ് ചെയ്യാറ്. ഇതിലൂടെ ഇയർ ഡ്രമ്മിന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളുടെ കേൾവി ശക്തി വരെ നഷ്ടപ്പെടാം. ഇനി നിങ്ങൾക്ക് ചെവി വൃത്തിയാക്കണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് ചെവിയുടെ പുറംഭാഗം മാത്രം വൃത്തിയാക്കുക. ചെവിയുടെ ഉൾഭാഗങ്ങൾ വൃത്തിയാക്കുന്നതിനായി ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡോക്ടറിനെ സമീപിക്കുക. സ്വയം ചെവി വൃത്തിയാക്കണമെങ്കിൽ അത്യാഹിതങ്ങൾ ഒഴിവാക്കാനായി അതുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും മനസ്സിലാക്കുക. നമ്പർ 1, ക്ലീനിങ് ഫേസ് ഇൻ ദ റോങ് വേ. ഓരോ ജോലിയും ചെയ്യുന്നതിന് ഓരോ രീതിയുണ്ട്. അതിപ്പോൾ മുഖം വൃത്തിയാക്കുന്നതായാലും നല്ല രീതിയിൽ എഴുതുന്നതായാലും. നിങ്ങൾക്ക് മുഖം വൃത്തിയാക്കേണ്ടതിൻ്റെ ശരിയായ രീതി എന്താണെന്നറിയാം. നിങ്ങൾ നിങ്ങളുടെ മുഖം ഒരിക്കലും തേച്ചുരച്ച് കഴുകരുത്. കാരണം മുഖത്തിലെ സ്കിൻ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലുള്ള സ്കിന്നിനേക്കാൾ സോഫ്റ്റും സെൻസിറ്റീവുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ സ്കിന്നിനെ കഠിനമായ രീതിയിൽ ഉരയ്ക്കുമ്പോൾ സ്കിൻ പൊട്ടിപ്പോകാനും സെൽസ് നശിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ അനന്തരഫലമാണ് ഡള്ളും റഫുമായ സ്കിൻ. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ മുഖത്തെ വളരെയധികം സൂക്ഷ്മമായി വൃത്തിയാക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്കിന്നിൽ റാഷസോ ചുളിവുകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.